മാമു. ആരാ ഇത്? മാമൂന്റെ മോൻ എപ്പോ വന്നു? ചന്ദ്രനെ വിളിക്കാൻ ഞാൻ പറഞ്ഞതാ, കേക്കണ്ടേ? ഒരു സർപ്രൈസ് കൊടുക്കുന്ന ഒരേ ഒരു വാശിയാ. വലുതായി പോയല്ലോ മാമൂന് മോനെ. പെട്ടെന്ന് തീരുമാനിച്ചതാ ചേട്ടന്റെ അടുത്തേക്ക്. സതീഷോടെ? സതീഷ് ചേട്ടൻ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. നാളെ വരും. നിങ്ങൾ ഊണ് കഴിച്ചോ? കഴിച്ചില്ല, നമുക്കുള്ളത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ചേട്ടന് ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ട്. സതീഷ് ചേട്ടന് കാനഡയിൽ ഒരു ജോലി ശരിയായിട്ടുണ്ട്. അടുത്ത മാസം പോവാനാണ് പ്ലാൻ. എനിക്കും ചെറിയൊരു പ്ലേസ്മെന്റ് ശരിയാവും. എന്നോടൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞായിരുന്നു, ചേട്ടൻ മറന്നതാ. 28-ന് അച്ഛൻ്റെ ഓർമ്മ ദിവസമല്ലേ, അന്നായിരിക്കും ഞങ്ങളും പോന്നെ. നിനക്കൊരു 2 ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ പോരെ? അല്ല ചേട്ടാ, നാളെ തന്നെ പോണം. പോയിട്ട് കുറച്ച് പരിപാടി ഉണ്ട്. സതീഷ് ചേട്ടനും അതിന്റെ തിരക്കില്ല. നിർത്തി. ആ പയ്യനോട് എങ്ങോട്ടാണ് വിളിച്ചു? സനല്ലേ? ശരി സാർ. സനൽ ഇങ്ങോട്ടാ? വീട്ടിലേക്ക് സാർ. പോയിട്ട് അത്യാവശ്യം വല്ലതും ഉണ്ടോ? ഇല്ല. കയറി കയറിടോ. കപ്പലുണ്ട് ഇവിടെ. സാർ ഇതൊക്കെ കഴിക്കും. എനിക്ക് എന്താ കഴിച്ചാല് ഇറങ്ങില്ല. ഞാനൊക്കെ കപ്പലിലിരുന്ന കാലത്ത് ഒരു കൊതിക്ക് 10 പൈസ. 10 പൈസ കണ്ടിട്ടുണ്ടോ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലേ? തൻ്റെ പോസ്റ്റിലുണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെയാ. എൻ്റെ പോസ്റ്റില് ഇപ്പോൾ എന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ, അല്ലെങ്കിൽ ഒരു MLA യോ MP യോ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തനിക്ക് താല്പര്യമില്ലെങ്കിൽ പറ്റുമോ? ഇല്ല. എങ്കിൽ ജനങ്ങൾക്ക് ആ അവകാശം കിട്ടുക എന്നുള്ളതാണ് തൻ്റെ പോസ്റ്റിലെ ആശയം. തന്നെ കൊണ്ട് എനിക്കൊരു കാര്യമുണ്ട്. എന്നെ കൊണ്ടോ? പറ്റില്ലേ? പറ്റും. താൻ എനിക്ക് വേണ്ടി ഒരു സർവേ നടത്തി തരണം. കേരളത്തിലെ എല്ലാ MLA മാരുടെയും MP മാരുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് അതത് നിയോജക മണ്ഡലങ്ങളിലെ വോട്ടർമാർ തൃപ്തരാണോ എന്നറിയണം. കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും വിദ്യാർത്ഥികളുടെ സഹായത്തോടെ എനിക്ക് ചെയ്യാൻ പറ്റും. കൂട്ടുന്നതിൻ്റെ കൂട്ടുകാരുകളെ കൂട്ടിക്കും. പിന്നെ ഇത് എനിക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നു എന്നുള്ള വിവരം നിങ്ങൾ രണ്ടുപേരും മാത്രമേ അറിയാവൂ. ശരി സാർ. ഓക്കെ. പലതവണ പലരും ഈ ഐഡിയ പാർലമെൻറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. പക്ഷെ പാസ്സായിട്ടില്ല. പാസ്സായാൽ ദോഷം തങ്ങൾക്ക് തന്നെയാണെന്ന് രാഷ്ട്രീയക്കാർക്ക് അറിയാം. അത് തന്നെ കാരണം. യു റീഡ് ദിസ്, സം ഓഫ് ദി വെരി ഗുഡ് റൈറ്റിംഗ്സ് ഓൺ ദിസ് സബ്ജക്റ്റ്. ഇതിപ്പോൾ സനലിന് പെട്ടെന്ന് വന്നൊരു തോട്ടാണ്, ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ കാലാവധിക്ക് മുന്നേ മാറ്റുക എന്നത്. പെട്ടെന്ന് എന്താ ഇതിലൊരു താല്പര്യം ഉണ്ടാകാൻ? അല്പം എഴുതാറുണ്ട്. അപ്പോൾ ഇത്തവണ എഴുതുമ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആവുമെന്ന് വിചാരിച്ചു. തീർച്ചയായും. ഇറ്റ് ഈസ് എ വെരി ലൈവ് ടോപ്പിക്, യുനോ. നല്ല സെലക്ഷൻ. താങ്ക് യു സാർ. പക്ഷേ ഈ ചിന്ത സനലിനേക്കാൾ മുൻപ് കേരളത്തിൽ മറ്റൊരാളിന് തോന്നിയിരുന്നു. അതാരാ മുത്തശ്ശ? 1987 നിങ്ങളുടെ കോളേജ് മത്സന ആളെ അറിയാമോ? മൈ ഗോഡ്. എൻ്റെ ഏറ്റവും പ്രശസ്തനായ സ്റ്റുഡൻറ്റ് ചന്ദ്രനും ബേബിയായിരുന്നു കോളേജിൽ സ്റ്റാർസ്. ആ ബേബിയാണ് ഇന്നത്തെ പാർട്ടി അധ്യക്ഷൻ. ബട്ട് അറിയപ്പെടുന്ന റൗഡികൾ വരുന്ന ഒരു കോളേജിൽ. ബട്ട് ദർ പൊളിറ്റിക്കൽ വ്യൂസ് വെർ ബ്രില്യൻറ്റ്. പ്രത്യേകിച്ച് ചന്ദ്രൻ്റെ. ഹി വാസ് എ വൊറേഷ്യസ് ലീഡർ.
ഒരിക്കൽ കോളേജിലുണ്ടായ ഒരു സംഘർഷത്തിൽ, സംഘർഷം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ തന്നെ, ചന്ദ്രന് തലയ്ക്ക് അടിയേറ്റു. 3 ദിവസം ബോധമില്ലാതെ ആശുപത്രിയിൽ കിടന്നു. But he came out of it. ഇന്ന് അയാൾ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. സർ, ഇവരാണ്. നിങ്ങൾ പൊതുമരാമത്ത് സെക്രട്ടറി പോയി കാണും. ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉദ്ഘാടനത്തിന് സാറ് തന്നെ വരണം. 4 മണി കഴിയട്ടെ, അപ്പോൾ നോക്കാം. മോർണിംഗ് സാർ. സാർ, ഒരു അർജൻറ്റ് മാറ്റർ ഉണ്ട്. സാറിനെയും സാറിൻ്റെ ഗവൺമെൻറ്റിനെയും എഫക്റ്റ് ചെയ്യുന്ന കാര്യം വേണ്ടാണ് ഇവിടെ ഒന്ന് ചോദിച്ചിട്ട് തീരുമാനം എടുക്കാമെന്ന് കരുതിയത്. പ്രൊസീഡ് ചെയ്തോളൂ. അറിഷു, അലക്സിന് എന്താ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ? 3 സസ്പെൻഷൻ കഴിഞ്ഞു സാർ. സാറിനറിയാലോ, ഹീറോയിസം കാണിക്കാനുള്ള കസേരയാണ് വിജിലൻസ് ഡയറക്ടറുടേത് എന്ന ചിന്തയൊന്നും ഇപ്പോഴില്ല സാർ. പേടിയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. ആരാണ് എന്താണെന്നൊക്കെ നോക്കാതെ. ആരാണെന്നും എന്താണെന്നും ഒക്കെ നോക്കിയിട്ട് നടപടി എടുക്കാവുന്ന നിങ്ങളുടെ റൂൾ ബുക്കിലുണ്ടോ? അലക്സിന് ഇനി എത്ര കാലം കൂടിയുണ്ട് സർവീസ്? 2 വർഷവും 8 മാസം. എനിക്കിനി എത്ര കാലം ഈ സ്ഥാനം ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷേ സർവീസ് കാലാവധി തീരുന്നവരെ അലക്സ് ഈ സ്ഥാനത്തുണ്ടാവും. പോരെ? താങ്ക് യു സാർ. ഓക്ക് ഓരോ മുന്നാതരമൊക്കെ എന്നേ കൊടുത്താൽ കുഞ്ഞാ, അവർ വെറുതെ ഓരോ കാര്യം പറഞ്ഞ് വലുത് നീട്ടിക്കൊണ്ടിരിക്കുക. ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം, എൻ്റെ ആളാ, വേണ്ടതുപോലെ അങ്ങ് ചെയ്തേക്കണം. ഒന്നുമില്ലെന്നേ, 6 ഒരു താമസം, മാക്സിമം 2 ദിവസം എല്ലാം ശരിയായിക്കോളും. ഹലോ, മിനിസ്റ്റർ മീറ്റിംഗിലാണേ, ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. ഓക്കെ. ആദ്യം തന്നെ സാറിനെ വന്ന് കണ്ടാൽ മതിയായിരുന്നു. 8 മാസമായി എത്രയോ ഓഫീസുകൾ കയറി ഇറങ്ങി. എടോ, നമ്മുടെ നാട്ടിൽ ഈ റെട്ടാ പ്രശ്നം ഉണ്ടല്ലോ, അതാണ് ഈ നാടിൻ്റെ ഏറ്റവും വലിയ ശാപം. ഇരിക്കും. 25 ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് സാർ. രാജഗോപാൽ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഈ പൈസ സാർ, എന്താ എന്താണോ ഇത്? അറസ്റ്റാണ് സാർ. സഹകരിക്കും പ്ലീസ്. ഓ, നാളികേര വികസന ബോർഡിലും കശുവണ്ടി വികസന കോർപ്പറേഷനിലും ആളെ അന്വേഷിക്കുന്നുണ്ട്. എവിടെയാ പോസ്റ്റ് വേണ്ടത്? പറ. CM എന്നെ വിളിക്കണം സാർ, അദ്ദേഹത്തിന് അറിയാം. റവന്യൂ മന്ത്രി MJ കുര്യാക്കോസ് അറസ്റ്റിൽ. വിഴിഞ്ഞം ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് മന്ത്രി വിജിലൻസിന്റെ പിടിയിലായത്. നേരിട്ട് നൽകിയ പരാതിയിന്മേലാണ് ഈ നടപടി. കുര്യാക്കോസിന്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായെങ്കിലും MLA സ്ഥാനം ഒഴിയുന്നതിനെ കുറിച്ചുള്ള സൂചനകളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് മന്ത്രി കുര്യാക്കോസ് പിടിയിലായത്. ഒപ്പമുണ്ടായിരുന്ന പേഴ്സണൽ സെക്രട്ടറി മനോജ് രവീന്ദ്രനും അറസ്റ്റിലായി. വിജിലൻസ് ഡയറക്ടർ അലക്സ് തോമസ് നേരിട്ടാണ് അറസ്റ്റിന് നേതൃത്വം നൽകിയത്. കുര്യാക്കോസിന്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായെങ്കിലും MLA സ്ഥാനം ഒഴിയുന്നതിനെ പറ്റിയുള്ള സൂചനകളൊന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല.